ഗസയുടെ പേരുകൾ എന്ന ക്യാമ്പയിന് കൊച്ചിയിൽ തുടക്കമായി. ഇസ്രായേൽ വംശഹത്യയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേര് വായിച്ചാണ് പ്രതിഷേധം. ചിന്താ രവി ഫൗണ്ടേഷനും ഫലസ്തീൻ സോളിഡാരിറ്റി ഫോറവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇബ്രാഹിം സലാം ഖൽദീൽ, ജിഹാദ് ബസാം ഷഹീൻ, ഇബ്രാഹിം ഖമീസ് ബസാം അൽ ഷായിർ, മുഹമ്മദ് ഉമർ മുസ്തഫ ഷിഹാബ്, മഹമൂദ് ഈദ് മഹമൂദ് നബ്ഹാൻ, മുഹമ്മദ് ഹസൻ മുഹമ്മദ് അസീസ്, ഔസം ഖലീൽ ഇബ്രാഹിം അൽ തത്വാരി, മാസ മുഹമ്മദ് ഹംസ അൽ രീഫി, ആയിഷ സക്കരിയ യഹ്യ അബു മാനി. സിബി ജോസഫ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിബി, ഈ ഒരു ക്യാമ്പയിന്റെ ലക്ഷ്യം എന്താണ്? അമർത്ത ഈ ഗസയിൽ കൂട്ടക്കുഞ്ഞുന്ന ഇസ്രായേലിന്റെ നടപടിക്കെതിരായ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും ചേർന്നുകൊണ്ട് ചിന്താ രവി ഫൗണ്ടേഷനും ഫലസ്തീൻ സോളിഡാരിറ്റി ഫോറവും ചേർന്നാണ് ഈ ഒരു ഗസയുടെ പേരുകൾ എന്ന രീതിയിൽ ഒരു ക്യാമ്പയിൻ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഗസയിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട പേരറിയാവുന്ന 18,000 കുട്ടികളുടെ പേരുകൾ വായിച്ച് അവരെ ഓർക്കുന്നതാണ് ഈ കൂട്ടായ്മ. ഇത് ഓരോ ജില്ലയിലും ഇന്നിപ്പോൾ കൊച്ചിയിൽ തുടക്കമായിരിക്കുന്നു. കൊച്ചിയിൽ ഇതിന്റെ ഐക്യദാർഢ്യ പരിപാടിയിൽ 1500-ഓളം കുട്ടികളുടെ പേരുകൾ വായിക്കും. അതിനുശേഷം വരും ദിവസങ്ങളിൽ വയനാട്, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലും ആയി മറ്റ് 1500-ലധികം കുട്ടികളുടെ പേരുകൾ വായിച്ചു. അങ്ങനെ 18,000-ഓളം കുട്ടികളുടെ പേരുകൾ ഈ ഗസയിലെ കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ വായിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടക്കുന്ന ഈ ഒരു കൂട്ടായ്മയിൽ എഴുത്തുകാരൻ NS മാധവനാണ് നേതൃത്വം നൽകുന്നത്. അതുകൂടാതെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ, തിരക്കഥാകൃത്ത് PF മാത്യൂസ്, നടൻ ഇർഷാദ് അലി, ഗായിക സിതാര കൃഷ്ണകുമാർ, നടി ജ്യോതിർമയി, ആഷിഖ് അബു, മുൻ ജസ്റ്റിസ് PK ഷംസുദ്ദീൻ, കൂടാതെ മീഡിയ വണ്ടി എഡിറ്ററായ പ്രമോദ് രാമൻ സാർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ, എല്ലാ കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളെല്ലാം തന്നെയും ഈ ഒരു പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ ആദ്യ ദിനം കൊച്ചിയിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ അത് വയനാടും കൂടാതെ കോഴിക്കോടും പാലക്കാട് ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിലും സമാനമായ രീതിയിലുള്ള ഈ ഒരു ഐക്യദാർഢ്യ സദസ്സും പ്രതിഷേധ കൂട്ടായ്മയും നടക്കുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായി ഈ പേരുകൾ വായിക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ കൊച്ചിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.